ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചക്കപ്പുഴുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക പച്ച ചക്കയാണ് കേട്ടോ. പച്ച ചക്ക വേണം എപ്പോഴും എടുക്കാൻ. അപ്പോൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. എന്നിട്ടത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റി എടുക്കുക. കുറച്ച് ചക്കക്കുരുവും കൂടിയിട്ട് നമ്മൾ അതിലിടണം. അപ്പോഴാണ് നമുക്ക് പുഴുക്ക് തിന്നുമ്പോൾ കടിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ജാറെടുത്തിട്ട് പുഴുക്കിന് ആവശ്യമായൊരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ അരമുറി നാളികേരം ചുരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, അതായത് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് മതി. ഇപ്പം ഞാനൊരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട, എരിവ് കുറവായതുകൊണ്ട്. പിന്നെ വെളുത്തുള്ളിയും, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്ക ആവി കയറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കിയത് മിക്സ് ചെയ്യാം. ഇനി ആവി കയറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു പാനിലേക്ക് ഞാൻ ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. പിന്നെ അതിന് ശേഷം അരപ്പും കൊട്ടി നന്നായി യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും ചക്ക വേവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആവി കയറ്റി വേവിക്കുകയാണെങ്കിൽ ആ ചക്ക കുഴഞ്ഞു പോവാതെ നല്ല കുഴന്നാവാതെ നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. അതുകൊണ്ട് എപ്പോഴും ചക്ക വേവിക്കുമ്പോൾ ആവി കയറ്റിയിട്ട് വേണം ചക്ക വേവിക്കാൻ. പിന്നെ പെട്ടെന്ന് വേവുന്ന ചക്കയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ചക്ക വേവും. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പെട്ടെന്ന് വേവുന്ന ചക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 5 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. ആവി കയറിയതും ചക്ക വെന്ത് വന്നു. അപ്പോൾ വേവിക്കുമ്പോൾ അങ്ങനെയുള്ള ചക്ക വേവിക്കാൻ നോക്കുക. അപ്പോൾ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിൾ റെസിപ്പി ഞാൻ ചെയ്തിരിക്കുന്ന ഇതേ രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേവ് കൂടുതലുള്ള ചക്കയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചിട്ട് അങ്ങനെ റെഡിയാക്കാം. വേവ് കുറവുള്ള ചക്ക ഇതേപോലെ ആവി കയറ്റി വേവിക്കാം. അപ്പോൾ നമ്മുടെ ചക്ക റെഡിയായി. ചക്കപ്പുഴുക്ക് വെന്ത് റെഡിയായി വന്നതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചക്കപ്പുഴുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.